ഹായ്, ഞാൻ രേഷ്മ അശോക്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചത് ഡിപ്രിസിയേഷൻ കാൽക്കുലേഷനും ഇൻകം ഫ്രം ബിസിനസ്സും ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ ഈസിയാണ്. കാര്യം കുറച്ച് പോയിൻറ്റ്സ് മാത്രം നമുക്ക് ഓർത്ത് വെച്ചിട്ട് കണക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സോ ഒരിക്കലും ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന ചാപ്റ്ററിലോട്ട് നമുക്ക് കടക്കാം. അപ്പം ആദ്യം നമ്മൾ അറിയേണ്ടത് ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്നുള്ളതാണ്. ഡയറക്റ്റ് നമ്മളൊരു പ്രോബ്ലത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്താണ്? അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഈസ് എ പ്രോഫിറ്റ് ഏൺഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ്. ഒരു ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. എന്നാൽ ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭത്തിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ക്യാപിറ്റൽ അസെറ്റ്? എ ക്യാപിറ്റൽ അസെറ്റ് മേ ബി ലാൻഡ്, ബിൽഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ജ്വല്ലറി എക്സെട്ര. അതെന്ത് സാധനം വേണമെങ്കിലും ആവാം. എന്താണ് ലാൻഡ്, ബിൽഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ജ്വല്ലറി, അങ്ങനെയുള്ള പല കാര്യങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റൽ അസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞു ക്യാപിറ്റൽ ഗെയിൻ ഈസ് എ പ്രോഫിറ്റ് ഏൺഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ എന്താണ്? ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത് സെയിൽ ആവാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആവാം, അല്ലെങ്കിൽ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ഗവൺമെൻറ് ആവാം. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് ആർ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 ടൈപ്പ് ഓഫ് ഹെഡ്സ് ഉണ്ട്. ഒന്ന് ഇൻകം ഫ്രം സാലറി, പിന്നെ ഇൻകം ഫ്രം ബിസിനസ്, അതുപോലെ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു ഹെഡ് ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ ഹെഡ് ഓഫ് ഇൻകം ആണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കണ്ടീഷൻസ് നോക്കാം. എല്ലാ കാര്യത്തിനെയും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് കിട്ടിയ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇൻകം അണ്ടർ ദ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൻ്റെ അകത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ 3 കണ്ടീഷൻസാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ ക്യാപിറ്റൽ അസെറ്റ്. ക്യാപിറ്റൽ അസെറ്റ് ഉണ്ടായിരിക്കണം. ദ ക്യാപിറ്റൽ അസെറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ്. ഈ പറയുന്ന ക്യാപിറ്റൽ അസെറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് ദ ട്രാൻസ്ഫർ ഷുഡ് റിസൾട്ട് ഇൻ പ്രോഫിറ്റ് ഓർ ഗെയിൻസ്. നമ്മൾ ഏത് ക്യാപിറ്റൽ അസറ്റിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്കൊരു ലാഭം ഉണ്ടായിരിക്കണം. ദ സെല്ലിംഗ് പ്രൈസ് ഷാൽ ബി ഹയർ ദാൻ ദ കോസ്റ്റ് ഓഫ് ദ അസെറ്റ് ടു മേക്ക് എ ഗെയിൻ. നമുക്കറിയാം പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചിലവായ കോസ്റ്റ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് എന്ന് പറയുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ഡിഫറൻസ് എമൗണ്ടിനെയാണ് നമുക്ക് ലാഭമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3 കണ്ടീഷൻസ് നമ്മളിവിടെ പറഞ്ഞു. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ക്യാപിറ്റൽ അസെറ്റ്. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞായിരുന്നു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇസ് എ പ്രോഫിറ്റ് ഏൺഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ്. അപ്പോൾ ഷോർട്ടാക്കി പറഞ്ഞു ക്യാപിറ്റൽ അസെറ്റ് എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ലാൻഡ്, ബിൽഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ജ്വല്ലറി എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ക്യാപിറ്റൽ അസെറ്റ് എന്താണ്. ക്യാപിറ്റൽ അസെറ്റ് മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ആൻ അസസി. അസസി എന്ന് പറയുന്നത് ടാക്സ് പേ ചെയ്യേണ്ട ആളെയാണ് നമ്മൾ അസസി എന്ന് പറയുന്നത്. ദ അസെറ്റ്സ് മേ ബി ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ, മൂവബിൾ ഓർ ഇമ്മൂവബിൾ. ഇപ്പോൾ ഇമ്മൂവബിൾ ആയിട്ടുള്ള അസറ്റിനെ മാത്രമേ ക്യാപിറ്റൽ ഗെയിൻ കൺസിഡർ ചെയ്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യൂ എന്നൊന്നുമില്ല. ആ പറയുന്ന അസറ്റ് ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, മൂവബിൾ ആവാം, ഇമ്മൂവബിളും ആവാം. എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അർബൻ അഗ്രികൾച്ചർ ലാൻഡ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അഗ്രികൾച്ചർ ലാൻഡ് റൂറൽ അല്ല, അർബൻ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡാണ് കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്കിനി ഫർദർ നമുക്ക് പഠിപ്പിച്ച് പോകുമ്പോൾ പറയാം. പിന്നെ പ്ലാന്റ് ആൻഡ് മിഷനറി, വെഹിക്കിൾ, ഷെയർസ്, ഗോൾഡ്, സിൽവർ, ഗുഡ്വിൽ, പേറ്റന്റ് എക്സെട്ര. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഐറ്റംസ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ക്യാപിറ്റൽ അസറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അത് ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ആദ്യം പറയുന്നത് എനി സ്റ്റോക്ക് ഇൻ ട്രേഡ് ഹെൽഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. പിന്നെ ഓൾ പേഴ്സണൽ മൂവബിൾ എഫക്ട്സ് ലൈക്ക് കാർ, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ എക്സെട്ര. നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏത് ഇൻക്ലൂഡ് ആവത്തില്ല? ജ്വല്ലറി വരത്തില്ല. പിന്നെ ഗോൾഡ് ബോണ്ട്സ് 1977 ആൻഡ് 1980 ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. നാഷണൽ ഡിഫൻസ് ബോണ്ട്സ് 1980, സ്പെഷ്യൽ ബെയർ ബോണ്ട്സ്, പിന്നെ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്സ്, റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. അപ്പോൾ ഈ പറയുന്ന ഐറ്റംസ് ഒന്നും ക്യാപിറ്റൽ അസറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവുന്നതല്ല. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പം നമുക്കത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് അറിയാനുള്ളൊരു ക്രൈറ്റീരിയയാണ് ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്?
A capital asset held by an assessee for not more than 36 months is called a short term capital asset. നമ്മൾ പറഞ്ഞ ഏതാണോ ക്യാപിറ്റൽ അസറ്റ്, ആ ക്യാപിറ്റൽ അസറ്റിനെ 36 മാസത്തിൽ കൂടുതലായിട്ട് അസസി കയ്യിൽ വയ്ക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് വന്നിട്ട് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ, ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 24 months ആണ്. ബാക്കിയുള്ള കേസസ് എല്ലാം 36 മാസമാണെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി നമ്മൾ 24 monthsനെക്കാട്ടിലും കുറവായിട്ടാണ് അസസി കൈ വയ്ക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ അതല്ല, ഇൻ കേസ് ഓഫ് ഷെയർസ് ആണ്, യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്, യൂണിറ്റ്സ് ഓഫ് UTI, ദിസ് ഹോൾഡിംഗ് പീരീഡ്, അതിൻ്റെയൊക്കെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഓൺലി 12 months ആണ്. അപ്പോൾ അസസി യൂസ്ഡ് ഫോർ ബിസിനസ് ഓൺ വിച്ച് depreciation computed on WDV are also considered as short term capital assets. Capital gain arising from transfer of short term capital assets is called short term capital gains. അപ്പം ഇങ്ങനെയുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെ, ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഫോർമുലയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഈ പറയുന്ന ടൈം പീരീഡ്സ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. 24 months, 36 months, പിന്നെ 12 months എന്ന് പറയുന്ന ഷെയർസിനൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ 36 months ആണ് പറയുന്നതെങ്കിൽ നമ്മളിവിടെ മോർ ദാൻ 36 months എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ മോർ ദാൻ 24 months, അതുപോലെ ഷെയർ സെക്യൂരിറ്റീസ് ഒക്കെ ആണെങ്കിൽ മോർ ദാൻ 12 months. അപ്പോൾ അതിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. അങ്ങനെ ഇങ്ങനെയുള്ള ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഇതൊക്കെ ഏത് ഹെഡിലായിരിക്കും വരുന്നത്? ഇറ്റ് വിൽ ബി ചാർജബിൾ അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ നമ്മൾ ഇതിനൊക്കെ ചാർജ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് കോമ്പൻസേഷൻ ഓൺ കമ്പൽസറി അക്വിസിഷൻ, സെക്ഷൻ 45 സബ്സെക്ഷൻ 5. അപ്പോൾ എന്താണ് കോമ്പൻസേഷൻ ഓൺ കമ്പൽസറി അക്വിസിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സംടൈംസ് എ ബിൽഡിംഗ് ഓർ സം അതർ ക്യാപിറ്റൽ അസറ്റ് ബിലോങ്ങിങ് ടു എ പേഴ്സൺ ഇസ് ടേക്കൺ ഓവർ ബൈ ദ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ബൈ വേ ഓഫ് കമ്പൽസറി അക്വിസിഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഹൈവേ ഒക്കെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ തൊട്ട് ഹൈവേയുടെ സൈഡിൽ കിടക്കുന്ന പ്രോപ്പർട്ടി ഗവൺമെൻറ് വാങ്ങിക്കും. ആരുടെ പേരിലാണോ, ഇപ്പം എൻ്റെ പേരിലാണ് ഇപ്പോൾ ഹൈവേയുടെ സൈഡിലുള്ള ഒരു പ്രോപ്പർട്ടി എൻ്റെ കയ്യിലുള്ളത്, ഗവൺമെൻറ് വന്നിട്ട് കമ്പൽസറി ആയിട്ട് ഇത് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ ഗവൺമെൻറ് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അതിന് കോമ്പൻസേഷനായിട്ട് തരുന്ന പൈസേനെ നമുക്കൊരു പൈസ കിട്ടും കോമ്പൻസേഷനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കാം. ഇൻ ദാറ്റ് കേസ് കൺസിഡറേഷൻ ഫോർ ദ ട്രാൻസ്ഫർ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പം എത്ര രൂപ തരണമെന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും തീരുമാനിക്കുന്നത് കൺസിഡറേഷനായിട്ട്. വെൻ ദ സെൻട്രൽ ഗവൺമെൻറ് പേസ് ദ എബോവ് കോമ്പൻസേഷൻ ക്യാപിറ്റൽ ഗെയിൻ മേ അറൈസ്. അപ്പോൾ എപ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് ആ പ്രോപ്പർട്ടി നമ്മുടെ നിന്ന് വാങ്ങിച്ചൊരു കോമ്പൻസേഷൻ തരുന്നത്, അപ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള സംഭവം അറൈസ് ചെയ്യുന്നത്. സച്ച് ക്യാപിറ്റൽ ഗെയിൻസ് ആർ ചാർജബിൾ ആസ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സച്ച് കോമ്പൻസേഷൻ ഇസ് റിസീവ്ഡ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഈ കോമ്പൻസേഷൻ കിട്ടുന്നത് അതിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് എപ്പോഴാണ് ഈ ചാർജ് ചെയ്യുന്നത്, ടാക്സ് എപ്പോഴായിരിക്കും ആപ്ലിക്കബിൾ ആവുന്നത്, അതിനെ നമ്മൾ ചാർജ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ഇൻകം ആയിട്ടായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് കാൽക്കുലേഷൻ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം കോമ്പൻസേഷൻ ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഏത് സെക്ഷനിൽ വരും എന്ന് ചോദിച്ചാൽ സെക്ഷൻ 45 സബ്സെക്ഷൻ 5. എപ്പോഴും നമ്മൾ എന്തെങ്കിലും എഴുതുമ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തിയറി പാർട്ടൊക്കെ ചോദിക്കുമ്പം സെക്ഷൻ എഴുതണം. സെക്ഷൻ എഴുതുമ്പോൾ മാർക്സ് ഇല്ല, എന്നിരുന്നാൽ പോലും അത് എഴുതുമ്പം ഒരു ഇംപ്രഷൻ വരും എക്സാമിനറിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പില്ല സെക്ഷൻ ഏതാണെന്നോ ഒട്ടും ഉറപ്പില്ല, 5ന് പകരം 4 ആണോ 6 ആണോ എന്നുള്ളൊരു രീതിയിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒരിക്കലും സെക്ഷൻ എഴുതാൻ പോകരുത്. ജസ്റ്റ് ഒരു നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ കംപ്ലീറ്റ് സെക്ഷൻ മാറും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയാൽ പോലും ഒരു മാർക്ക് തരത്തില്ല. സോ സെക്ഷൻ എപ്പോഴും ഉറപ്പുണ്ടെങ്കിൽ മാത്രം എഴുതുക. ഇനി നമുക്ക് നോക്കേണ്ടത് എന്ത് തരത്തിലുള്ള ട്രാൻസ്ഫറിനെ നമ്മൾ ട്രാൻസാക്ഷൻ ഇതിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല എന്ന് നോക്കണം. നമ്മൾ മുമ്പേ പറഞ്ഞു ക്യാപിറ്റൽ അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ എല്ലാ തരത്തിലുള്ള ട്രാൻസ്ഫറിനെയും ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ കൺസിഡർ ചെയ്യത്തില്ല എന്ന് ചോദിച്ചാൽ ആദ്യം പാർട്ടീഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓഫ് HUF. അപ്പം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ് HUF എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള പാർട്ടീഷൻ അതിനെയൊന്നും ഇവിടെ
ഇവിടെ ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. സെക്കൻഡ്, എനി ട്രാൻസ്ഫർ ഓഫ് അസെറ്റ് അണ്ടർ ഗിഫ്റ്റ് ഓഫ് വിൽ ഓർ ആൻ ഇറവോക്കബിൾ ട്രസ്റ്റ്. തേർഡ്, എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസെറ്റ് ബൈ ഹോൾഡിംഗ് കമ്പനി ടു എ സബ്സിഡറി കമ്പനി. എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസെറ്റ് by subsidiary company to a holding company. Any transfer of capital asset in a scheme of amalgamation, merger, etc. Any transfer by way of conversion of bonds, debentures or deposit certificate of a company to shares. And 7, distribution of assets in kind by a company to shareholders on its liquidation. 8, any transfer by way of conversion of bonds purchased in foreign currency into shares or debentures of any company. Just ഈ പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. എന്ത് തരമുള്ള ഐറ്റംസ് ഒക്കെയാണ് ട്രാൻസ്ഫർ ആയിട്ട് വരത്തില്ല എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഈ 8 പോയിന്റ്സ് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഫോർമുലയിലോട്ട് പോവാം. മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇത് കംസ് അണ്ടർ സെക്ഷൻ 45. അപ്പോൾ ആദ്യം നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് നോക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് സെയിൽ പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അതുപോലെ തന്നെ നെറ്റ് സെയിൽ പ്രൊസീഡ്സ്, ഇവിടെ നെറ്റ് സെയിൽ പ്രൊസീഡ്സ് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഗ്രോസ് സെയിൽ പ്രൊസീഡ്സ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസസ്. എന്താണ് നമ്മൾ വിൽക്കുന്ന ആ എമൗണ്ടിൽ നിന്ന് നമുക്ക് വന്ന സെല്ലിംഗ് എക്സ്പെൻസും കൂടെ കുറച്ചിട്ടാണ് നമുക്ക് നെറ്റ് സെയിൽ പ്രൊസീഡ്സ് കിട്ടുന്നത്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പർച്ചേസ് ആണ്. നമ്മൾ പർച്ചേസ് സമയത്ത് ബ്രോക്കറേജ് കൊടുക്കുന്നതും കമ്മീഷനും അതുപോലെ അതിൻ്റെ കോസ്റ്റും എല്ലാം കൂടെ ചേരുന്നതിനെയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. പ്ലസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, അതിനെന്തെങ്കിലും നമ്മൾ ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കോസ്റ്റും എല്ലാം കൂടെ ആ 2 ടൈപ്പ് ഓഫ് കോസ്റ്റിനെ സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഒരു കുഞ്ഞു കണക്ക് നോക്കാം. മിസ്റ്റർ എക്സ് പർച്ചേസ് ഫർണിച്ചർ ഓൺ 1/7/2018 for ₹13,000. 13,000 രൂപയ്ക്ക് മിസ്റ്റർ എക്സ് ഓൺ 1/7/2018 ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഇറ്റ് വാസ് സോൾഡ് ഓൺ 12/12/2018 for ₹15,000. ദ സെല്ലിംഗ് എക്സ്പെൻസസ് വേർ ₹500. കമ്പ്യൂട്ട് ഹിസ് ക്യാപിറ്റൽ ഗെയിൻ. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം കമ്പ്യൂട്ടേഷൻ ഓഫ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും എഴുതി വെച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷേ പ്രസൻറ്റേഷനും കൂടെ ബെറ്റർ ആകുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്സ് കിട്ടുന്നത്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ് എഴുതി അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ കോളം വരയ്ക്കുക. ഇതിൻ്റെ അകത്ത് കോളം ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കോളം വരയ്ക്കുക. എപ്പോഴും നമ്മൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം കോളം വരയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ സെയിൽ പ്രൊസീസ് എന്ന് പറയുന്നത് സെയിൽ എമൗണ്ട്, എത്ര രൂപയ്ക്ക് വിറ്റു, എത്ര ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് സോൾഡ് ഓൺ 12/12/2018 for ₹15,000. അപ്പോൾ സെയിൽ പ്രൊസീസ് 15,000. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ മുമ്പിലെ ഫോർമുല പറഞ്ഞു, നെറ്റ് സെയിൽ പ്രൊസീസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതണം. നെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്തോ കുറച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഗ്രോസ് സെയിൽ എത്രയാണ് നമ്മൾ വിറ്റത്, അതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ സെയിൽ പ്രൊസീസ് 15,000 ആണ്, അതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ളത് നമ്മൾ കുറയ്ക്കണം. ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസ് നമുക്ക് വിൽക്കാൻ നേരത്തെ ഉണ്ടായ എക്സ്പെൻസ് 500 ആണ്, അതും കുറയ്ക്കുമ്പോൾ 14,500 വരും. അതിൽ നിന്ന് വേണം നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇല്ല, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്ന് പറയുന്നത് 13,000 രൂപ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നതാണ് 1,500. അപ്പം 13,000 രൂപ വില മതിക്കുന്ന സാധനത്തിന് നമ്മൾ 14,500 രൂപയ്ക്ക് വിറ്റു. അപ്പം നമ്മുടെ ലാഭം എത്രയായിരിക്കും? 1,500. അതിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ കാണിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കാണിക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വേണം അത് കണ്ടുപിടിക്കേണ്ടത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന്. നമ്മൾ മുമ്പേ പറഞ്ഞ ക്രൈറ്റീരിയ ഇവിടെയാണ് അപ്പോൾ യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ എത്രയാണ്, 36 മന്ത്സിനെക്കാട്ടിലും കൂടുതൽ ഉപയോഗിച്ചാൽ മാത്രമേ, അല്ല കൂടുതലായിട്ട് അസസി കയ്യിൽ വെച്ചാൽ മാത്രമേ അത് നമുക്ക് ലോങ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എപ്പോഴാണ് വാങ്ങിച്ചിട്ടുള്ളത്? 2018 വാങ്ങിച്ചിട്ട് എപ്പോഴാണ് വിൽക്കുന്നത്? ആ വർഷം തന്നെ ഒരു 3-4 മാസം കഴിയുമ്പോൾ തന്നെ ആ ഫർണിച്ചറിനെ വിൽക്കുവാണ്. അപ്പോൾ മോർ ദാൻ 36 മന്ത്സ് അസസി കൈ വയ്ക്കുന്നില്ല. അപ്പം ഇതെന്താണ്, നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നോക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ കാര്യങ്ങളുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് സെയിൽ പ്രൊസീസ് മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഷോർട്ട് ടേമിലാണെങ്കിൽ ഇൻഡെക്സ്ഡ് വരത്തില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. നെറ്റ് സെയിൽ പ്രൊസീസ് മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ള രീതിയായിരുന്നു ഫോർമുല ആയിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കൂടെ നമ്മൾ ചേർക്കുകയാണ്.
അപ്പം ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അത് ഓർത്ത് വയ്ക്കുക, വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് പാടായിട്ടൊന്നുമില്ല. 2 കണക്ക് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആവും, ഈസി ആയിട്ട് നമുക്ക് മനസ്സിൽ നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അപ്പോൾ ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് ദ ഇയർ ഓഫ് സെയിൽ ഡിവൈഡഡ് ബൈ CII ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ. അപ്പം CII എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതെന്താണെന്നുള്ളത്. അതുപോലെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, ക്വസ്റ്റ്യൻ്റെ അത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കൊടുത്തിരിക്കും, ഇൻറ്റു CII ഓഫ് ദ ഇയർ ഓഫ് സെയിൽ ഡിവൈഡ് ബൈ CII ഓഫ് ദ ഇയർ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സേഷൻ ഇസ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ അസറ്റ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അനുസരിച്ച് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ക്യാപിറ്റൽ അസറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞ് ആ പറയുന്ന എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഇത് വരുന്നത് സെക്ഷൻ 48 ആണ്. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇസ് എ ഇൻഡെക്സ് notified by the central government considering 75% average rise in consumer price index for urban non-manual employees. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ആണ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പം ഈ ഒരു ടേബിളിൽ നമ്മൾ ഈ ഒരു CII ബൈ ഹാർട്ട് ചെയ്യുക. 2001 to 2002 വരുന്ന CII 100 ആണ്, 2002 to 2003 വരുന്ന 105 ആണ്. ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുക, അതായത് ഇയറിൻ്റെ CII കൊടുത്തിരിക്കും, ചിലപ്പോൾ കൊടുക്കത്തില്ല. അപ്പോൾ നമ്മളിത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ആൻസറിൽ. അതുപോലെ ആ CIൻ്റെ കണ്ടിന്യൂവേഷനാണ്, അങ്ങനെ 2018 to 19 വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കണക്ക് ചെയ്യാം, ദാറ്റ് ഈസ് ഇലസ്ട്രേഷൻ 2 ആണ്. ഇവിടെ ചോദിക്കുന്നത് കമ്പ്യൂട്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫോർ ദ പ്രീവിയസ് ഇയർ 2017 to 18 ഫ്രം ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. CII ഫോർ 2002 ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം 2001 to 2002 ഇവിടെ 100 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട് 2001 to 2002 ഉള്ളത് 100 ആണ്. അതുപോലെ 18 to 19 ഉള്ളത് 280 ആണ് ഇവിടെ കോളത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് തന്നെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാൻഡ് പർച്ചേസ്ഡ് ഓൺ 1/11/2001 ഫോർ ₹15 lakhs ലാൻഡ് പർച്ചേസ് ചെയ്തു, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെയിൽ ഓഫ് ലാൻഡ് ഓൺ 1/1/2009 ഫോർ ₹50 lakhs. അപ്പോൾ ആദ്യത്തെ A പാർട്ടാണ്. നെക്സ്റ്റ് നമുക്ക് B പാർട്ട് എന്ന് പറഞ്ഞാൽ ഗോൾഡ് പർച്ചേസ് ഇൻ 2006 to 2007 ₹2 lakh. അതുപോലെ CII അതിൻ്റെ 2006 to 2007 വരെയുള്ള കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് 122. അതുപോലെ സെയിൽ ഓഫ് ഗോൾഡ് ഓൺ 7/7/2017 ഫോർ ₹5 lakh. ഇനി നമുക്കിതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം എപ്പോഴും ആൻസർ പ്രസൻറ്റേഷൻ എന്താണ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫോർ ദ പ്രീവിയസ് ഇയർ 2018 to 19 എന്ന് പറഞ്ഞ് എഴുതി അണ്ടർലൈൻ ചെയ്യുക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഇല്ല, അതിവിടെ കൊടുത്തിട്ടില്ല. ജസ്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 15 lakhs ആണ്. അപ്പം 15 lakhs ഇൻറ്റു CII ഓഫ് ദി ഇയർ ഓഫ് സെയിൽ ഡിവൈഡഡ് ബൈ, എപ്പോഴും ഓർക്കുക CII ഓഫ് ദി ഇയർ ഓഫ് സെയിൽ ആണ് ആദ്യം വരുന്നത്, എന്നിട്ടാണ് ഡിവൈഡ് ബൈ CII ഓഫ് ദി ഇയർ ഓഫ് അക്വിസിഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കാണാം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ക്വസ്റ്റ്യനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇറ്റ്സ് 15 lakhs. ആൻഡ് ഇയർ ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 2001 to 2002. അതുപോലെ CII ഇയർ ഓഫ് അക്വിസിഷൻ്റെ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 15 lakhs ഇൻറ്റു സെയിലിൻ്റെ CII, അതാണ് ആദ്യം വരുന്നതെന്ന് ഞാൻ പറഞ്ഞു, 280 ഡിവൈഡഡ് ബൈ 100. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ₹42 lakhs കിട്ടും. അതാണ് നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇനി നമുക്കതിൻ്റെ B പാർട്ട് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിലും ഇതുപോലെയാണ് ഫോർമുല. ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഓഫ് ദി ഇയർ ഓഫ് സെയിൽ ഡിവൈഡ് ബൈ CII ഓഫ് ഇയർ ഓഫ് അക്വിസിഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 2 lakh ആണ്. 2006 to 2007 CII വന്നിട്ട് 122 ആണ്. ഇയർ ഓഫ് സെയിലിൻ്റെത് 280 ആണ്. അപ്പോൾ 2 lakh ഇൻറ്റു 280 ഡിവൈഡ് ബൈ 122 എന്ന് പറയുമ്പോൾ ₹4,59,016 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലിസ്ട്രേഷൻ 13 നമുക്കൊന്ന് നോക്കാം.
കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് നെറ്റ് കൺസിഡറേഷൻ റിസീവ്ഡ് ഓൺ 10/10/2018 is 4 lakh ആൻഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓൺ 10/1/2007 is 1 lakh. അങ്ങനെയാണെങ്കിൽ CII in 2006 to 7 is 122 and 2018 to 2019 is 280. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ആൻസർ കൊടുക്കാം. നെറ്റ് സെയിൽ പ്രൊസീഡ്സ് ഇവിടെ ടെക്സ്റ്റിൽ ബൈ മിസ്റ്റേക്ക് 14 lakhs ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് 4 lakh ആണ്. അപ്പം നെറ്റ് സെയിൽ പ്രൊസീഡ്സ് എത്ര രൂപയ്ക്കാണ് നമ്മൾ വിറ്റത്? 4 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. അതുപോലെ ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കുറയ്ക്കണം, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ ഇംപ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇതിൻ്റെ ഫോർമുല എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CI ഓഫ് ഇയർ ഓഫ് സെയിൽ ഇൻറ്റു CI ഓഫ് ഇയർ ഓഫ് അക്വിസിഷൻ ആണ്. ഇവിടെ ഒരു ഇൻറ്റുവിൻ്റെ കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 lakh ഇൻറ്റു 280 ഡിവൈഡഡ് ബൈ 122 എന്നുള്ള ഫോർമുലയിൽ ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. അപ്പം 2,29,508. ഇതിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ 1,70,492 rupees ക്യാപിറ്റൽ ഗെയിനായിട്ട് നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഇലസ്ട്രേഷൻ 4 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, പക്ഷെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇംപ്രൂവ്മെൻ്റ് എന്നുള്ള സംഭവം കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ദ പർട്ടിക്കുലർസ് ഗിവൻ ബിലോ. മിസ്റ്റർ രാമാനുജം സോൾഡ് എ ഹൗസ് പ്രോപ്പർട്ടി ഓൺ 12th December 2018 for rupees 5,50,000. He had purchased this property for rupees 1,10,000 in 2001 to 2002. He spent rupees 39,800 in 2011 to 2012 ഫോർ ഇസ് ഇംപ്രൂവ്മെൻറ്റ് ആയിട്ട് പുള്ളിക്കാർ ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 39,800 ആണ്. അത് നോട്ട് ചെയ്യുക. കമ്പ്യൂട്ട് ഹിസ് ഇൻകം അണ്ടർ ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2018 to 19. ദ CII in 2001 to 2002 is 100, 2011 to 2012 is 199 and 2018 to 19 is 280. സോ ഇനി നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ 2 സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി 2 കണക്കിൽ നമ്മൾ ചെയ്തതാണ്. ദാറ്റ് ഈസ് നെറ്റ് സെയിൽ പ്രൊസീസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 5,50,000 കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇതിൻ്റെ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണെന്ന് നോക്കുക. ദാറ്റ് ഈസ് 1,10,000 ഇൻറ്റു നമ്മൾ 2018 to 19 CII എടുക്കുക. ദാറ്റ് ഈസ് 280. ക്വസ്റ്റ്യനിൽ ഡിവൈഡഡ് ബൈ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ CII കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 100. അപ്പോൾ 3,08,000 നമുക്ക് കിട്ടും. അതുപോലെ ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇവിടെ ചെയ്യുക. അപ്പം ഇംപ്രൂവ്മെൻറ്റിൻ്റെ കോസ്റ്റ് 39,800 ആണ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻറ്റു എപ്പോഴും സെയിലിൻ്റെ CII ആണ് എപ്പോഴും ടോപ്പായിട്ട് വരുന്നത്. അപ്പോൾ 280 ഡിവൈഡഡ് ബൈ 184. അപ്പം നമുക്ക് 60,565 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടി നമ്മൾ റൈറ്റ് കോളത്തിൽ കാണിക്കുക. എന്നിട്ട് 5,80,000 നിന്ന് നമ്മളിത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ് പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ബ്രോക്കറേജ്, രജിസ്ട്രേഷൻ ചാർജസ് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് ചോദിച്ചാൽ ഈ ഒരു പാരഗ്രാഫാണ് നമ്മൾ എഴുതേണ്ടത്. ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വയറിംഗ് ആൻ അസെറ്റ്. Generally, it is purchase price of the asset. Any expenditure incurred in connection with purchase of assets like brokerage, registration charges, interest on borrowed money for purchase of the asset, and advertisement for sale are also form part of cost of acquisition. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ബ്രോക്കറേജ്, രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള ടേംസും കൂടെ നിങ്ങളുടെ ആൻസറിൻ്റെ അകത്ത് വരേണ്ടതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇത് ഇലസ്ട്രേഷൻ 5 ആണ്. നമ്മളിനി അങ്ങോട്ട് പോകുമ്പോഴേക്കും പ്രോബ്ലം അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നത് ഫർണിച്ചറിനോ പ്ലാന്റോ മെഷീനറി പറ്റിയിട്ടൊന്നുമല്ല, ഷെയർസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് റീഡ് ചെയ്യാം. മിസ്റ്റർ ഷാഡോ ഹോൾസ് 500 shares of V-Card Industries. The company announced a right issue in the ratio of 2:10 at rupees 150 per share. He subscribed his entire right shares. Find out his cost of acquisition of right shares. പിന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് റൈറ്റ് ഷെയർസ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ മിസ്റ്റർ ഷാഡോ ഇസ് എൻറ്റൈറ്റിൽഡ് ടു 100 shares ആസ് ഹി ഹോൾഡ്സ് 500 shares. ഇതിനകത്ത് ഓൾറെഡി പുള്ളിക്കാരൻ കൈവച്ചിരിക്കുന്ന 500 shares ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റൈറ്റ് ഷെയറിൻ്റെ പ്രപ്പോർഷൻ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് 2:10. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 ഷെയറിൽ 2 റൈറ്റ് ഷെയർസ് ഈ മിസ്റ്റർ ഷാഡോയുടെ ആണെന്ന് പറയുന്നത്. അപ്പം 500 × 2/10 എന്ന് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 100 shares എന്ന് പറഞ്ഞ് കിട്ടും. ആസ് ഹി ഹോൾഡ്സ് 500 shares, സോ ഹിസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓഫ് 500 shares at ₹150. ഓൾറെഡി റൈറ്റ് ഷെയറിൻ്റെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇസ് 150. അപ്പോൾ 100 × 150 ചെയ്യുമ്പോൾ 15,000 കിട്ടും. അതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സോ ദിസ് ഈസ് ഹൗ വി കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര 500 ടോട്ടൽ ഷെയർസ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് റൈറ്റ് ഷെയർ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് 500 × 2/10. അപ്പോൾ നമുക്ക് 100 shares ആണ് കിട്ടുന്നത്. അതിൻ്റെ 150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുന്നു. ഇനി നമുക്ക് ഇലിസ്ട്രേഷൻ 7 നോക്കാം. മിസ്റ്റർ ആനന്ദ് സബ്സ്ക്രൈബ് 500 shares ഓഫ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് for ₹25,000 in May 2012. Half of the holdings of the shares held by him were sold for ₹50,000 in January 2018. He had paid a brokerage of 2% on sale. CI in 2012 to 13 is 200 and 2018 to 19 is 280. Compute the capital gain. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം എഴുതേണ്ട കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ കോളം വരയ്ക്കുക. എന്നിട്ട് സെയിം പ്രൊസീസ് ഓഫ് 250 shares, 250 ഷെയർ ആണ് നമ്മൾ ഇവിടെ വിൽക്കുന്നത്. അതിൻ്റെ എമൗണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, 50,000 ആണ്. അതിൽ നിന്ന് ആ സെയിലിൽ നിന്ന് നമ്മൾ ബ്രോക്കറേജ് കുറയ്ക്കണം. ബ്രോക്കറേജ് ആഡ് അല്ല ചെയ്യേണ്ടത്, സെയിലിൽ നിന്ന് നമ്മുടെ ബ്രോക്കറേജ് വിൽക്കുമ്പോൾ ഉള്ള ബ്രോക്കറേജ് ആണ് അത് നമ്മൾ കുറയ്ക്കുക. അപ്പോഴാണ് നമുക്ക് എക്സാക്റ്റ് സെയിൽസ് എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ 2% എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ആ 2% കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 50,000-ൻ്റെ 2% ആണ്. അപ്പോൾ 50,000 × 2/100 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 1,000 rupees കിട്ടും. അപ്പം അത് ലെസ് ചെയ്യുമ്പോൾ 49,000 കിട്ടും. അതാണ് നമ്മുടെ എക്സാക്റ്റ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അപ്പോൾ അതും കൂടെ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. അപ്പം ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 12,500 ആണ്. എങ്ങനെയാണ് 12,500 കിട്ടിയത്? ടോട്ടലായിട്ട് 25,000 ഷെയർസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 25,000 ആണ് ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ഇതിൻ്റെ പാതിയാണ് വിറ്റത്. അപ്പോൾ മുഴുവൻ എമൗണ്ടിൻ്റെ 25,000 എന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്നത്. ഇവിടെയൊക്കെ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുമ്പം നമ്മൾ വിറ്റത് എത്രയാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വിറ്റത് പാതിയാണ്. അപ്പോൾ 25,000-ൻ്റെ പാതി എന്ന് പറയുന്നത് 12,500 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇയർ ഓഫ് സെയിലിൻ്റെ CI, ദാറ്റ് ഇസ് 280 ഡിവൈഡഡ് ബൈ നമ്മുടെ 200, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ടൈമിലുള്ള CI, ദാറ്റ് ഇസ് 200. അപ്പോൾ ഇത് ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുന്നു, ദാറ്റ് ഇസ് 17,500. അപ്പം 49,000-ൽ നിന്ന് 17,500 ലെസ് ചെയ്യുമ്പം 31,500 കിട്ടും. അതാണ് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് പോകാം. കുറച്ച് എക്സംഷൻ ആണ് നോക്കുന്നത്. എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസ്, ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് എക്സംപ്റ്റഡ് ആണ്, അതിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഓൺ കമ്പൽസറി അക്വിസിഷൻ ഓഫ് അർബൻ അഗ്രികൾച്ചർ ലാൻഡ്. വെറും അഗ്രികൾച്ചർ ലാൻഡ് അല്ല, അർബൻ ആണ്, റൂറൽ അല്ല ഇവിടെ പറയുന്നത്. അപ്പം ഇതിൻ്റെ എക്സംഷൻ, ഈ എക്സംഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് മനസ്സിൽ വെക്കേണ്ട കാര്യം ഈ സെക്ഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യുക. എക്സംഷൻ കാരണം കണക്ക് എഴുതുമ്പോഴൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ നമുക്ക് എഴുതേണ്ടതായിട്ടുള്ളതാണ് സെക്ഷൻ. ബാക്കിയുള്ള സെക്ഷൻസ് ഒക്കെ പഠിച്ചില്ലെങ്കിലും വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ എക്സെപ്ഷൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ഇങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. അപ്പം നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫ്രം ദ അസസ്മെൻറ്റ് ഇയർ 2005 to 2006 ഓൺവേഴ്സ് ക്യാപിറ്റൽ ഗെയിൻ ഫ്രം കമ്പൽസറി അക്വിസിഷൻ ഓഫ് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ഇസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അപ്പം ഈ കമ്പൽസറി അക്വിസിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗവൺമെൻറ് ഫോഴ്സ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടി എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ എന്തെങ്കിലും പർപ്പസ് വരുമ്പം ആരുടെ അസസിയുടെ കയ്യിൽ നിന്ന് ഒരു ലാൻഡോ അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന അർബൻ അഗ്രികൾച്ചർ ലാൻഡോ വാങ്ങിക്കുവാണെങ്കിൽ അതിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് അതിന് പകരമായിട്ട് ഒരു കോമ്പൻസേഷൻ കൊടുക്കും. ആ കോമ്പൻസേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റഡ് ആണ് ഫ്രം ടാക്സ്. അതിന് ടാക്സ് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. അർബൻ
അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ. അപ്പം ഈ പറയുന്ന ചുമ്മാ നമുക്കത് അർബൻ അഗ്രികൾച്ചർ ലാൻഡാണ് അതുകൊണ്ട് ടാക്സ് കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറയുന്ന കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യം എന്ന് പറയുന്നത് അസസി ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ HUF. ഈ പറയുന്ന അസസി എന്ന് പറയുന്ന വ്യക്തി ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ HUF ആയിരിക്കണം, അല്ലാതെ കമ്പനിയോ AOP BOA ഒന്നും ആവാൻ പാടില്ല. സെക്കൻഡ്, അഗ്രികൾച്ചർ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിൽ ലൊക്കേറ്റഡ് ചെയ്തിരിക്കുന്ന അഗ്രികൾച്ചർ ലാൻഡ് ആയിരിക്കണം. കമ്പൽസറി അക്വിസിഷൻ ഇസ് മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ആയിരിക്കണം ഈ കമ്പൽസറി അക്വിസിഷൻ ചെയ്യേണ്ടത്, വേറെ വല്ല കമ്പനീസോ അവരൊന്നും അല്ല ചെയ്യേണ്ടതായിട്ടുള്ളത്. ഫോർത്ത്, ലാൻഡ് വാസ് യൂസ്ഡ് ബൈ ദ അസസി ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ഡ്യൂറിങ് 2 years പ്രയോർ ടു ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. എന്നാണ് ഗവൺമെൻറ് വന്നിട്ട് അക്വിസിഷൻ നടത്തുന്നത് അതിന് തൊട്ട് മുമ്പത്തെ 2 വർഷത്തോളം ഈ ലാൻഡ് അസസി അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ആൻഡ് ഫിഫ്ത്ത് ഇസ് കോമ്പൻസേഷൻ റിസീവ്ഡ് ആഫ്റ്റർ 31/3/2004. കോമ്പൻസേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് 31/3/2004 ശേഷമുള്ളതിനാണെങ്കിൽ മാത്രമേ ടാക്സ് എക്സംപ്റ്റഡ് ആവത്തുള്ളൂ. അതിന് മുമ്പേ ഉള്ളതാണെങ്കിൽ ഈ പറയുന്ന എക്സംഷൻ കിട്ടത്തില്ല. ദാറ്റ് ഈസ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 37. ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം. സെക്കൻഡ് എക്സംഷൻ എന്താണെന്ന് നോക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് കവേർഡ് അണ്ടർ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, ദാറ്റ് ഈസ് സെക്ഷൻ 38 ആണ്. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, എന്തെങ്കിലും സെക്യൂരിറ്റീസ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഈസ് എക്സംപ്റ്റ് അപ് ടു ₹1 lakh, 1 ലക്ഷം രൂപ വരെയുള്ള സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആയിരിക്കും ഫ്രം ടാക്സ്. അതിന് നമുക്ക് കണ്ടീഷൻസ് കുറച്ച് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്യൂരിറ്റീസ് മീൻ ഷെയർസ് ഓഫ് എ കമ്പനി ഓർ യൂണിറ്റ്സ് ഓഫ് എ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്. Securities should be long-term asset. Securities are transferred through a recognized stock exchange, and for this such transaction is chargeable under STT. There are some other full or partial exemptions of capital gains from tax under section 54. ഇനി നമുക്ക് സെക്ഷൻ 54 എക്സംഷൻ നോക്കാം. ഇത് നമുക്ക് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇത് നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഇത് ഓർത്ത് വയ്ക്കുക. സെക്ഷൻ 54 എന്ന് പറയുന്നത് ഇത് എന്തിനെ പറ്റി പറയുന്നത് നോക്കാം. ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ക്യാപിറ്റൽ ഗെയിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഇത്തിരി ഓർത്തും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു തിയറി പാർട്ടാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടീസ് എക്സംപ്റ്റഡ് പ്രൊവൈഡഡ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈ. അപ്പോൾ ഏതൊക്കെയാണ് ഈ കണ്ടീഷൻ നോക്കാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ സെക്ഷൻ 54 അനുസരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ്, ദ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ HUF. ഈ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി ആരായിരിക്കണം? ഇൻഡിവിജ്വൽ HUF അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ HUF ഓൺ ചെയ്തതായിരിക്കണം. ആൻഡ് ബി, ദ പ്രോപ്പർട്ടി വാസ് ബീങ് യൂസ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. എന്താണ്? താമസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച പ്രോപ്പർട്ടി ആയിരിക്കണം. ആൻഡ് തേർഡ് ഇസ് ഇറ്റ് ഷുഡ് ബി എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, ദാറ്റ് ഇസ് ദ ഹൗസ് വാസ് ഹെൽഡ് ബൈ ഹിം ഫോർ എ പീരീഡ് എക്സീഡിങ് 24 months ബിഫോർ ദ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ നടക്കുന്നതിന് മുമ്പേ 24 മാസത്തിൽ കൂടുതലായിട്ട് ഈ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്തായിരിക്കണം? ഈ കാറിൻ്റെ കൈവശം ഉണ്ടായിരിക്കുന്ന വസ്തുവായിരിക്കണം. ആൻഡ് ഫോർത്ത് ഇസ് ദ ഇൻകം ഓഫ് സച്ച് പ്രോപ്പർട്ടീസ് ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഈ പറയുന്ന ഇൻകം നമുക്ക് ഏത് പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഇൻകം കിട്ടുന്നത് അത് ഏത് ഹെഡിലായിരിക്കണം ചാർജ് ചെയ്യേണ്ടിയിരിക്കുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. And fifth is a new house should be purchased within 1 year before or 2 years after the transfer or constructed within 3 years after transfer. പക്ഷേ നമ്മൾ ഈ ട്രാൻസ്ഫർ നടത്തിയതിന് ശേഷം ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടക്കുന്ന 2 വർഷത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരു 3 വർഷം ട്രാൻസ്ഫർ നടത്തിയതിന് ശേഷം ഒരു 3 വർഷത്തിനുള്ളിൽ പുതിയത് വയ്ക്കേണ്ടതായിട്ടോ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ന്യൂ ഹൗസ് ഷുഡ് ബി പർച്ചേസ്ഡ് വിത്തിൻ 1 year. ഒരു വർഷത്തിനുള്ളിൽ ഒരു പുതിയ വീട് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ 2 years ആഫ്റ്റർ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നതിന് ശേഷം 2 വർഷത്തിനുള്ളിലായിട്ട് നമ്മൾ പുതിയ വീട് വാങ്ങിക്കണം. അല്ലെങ്കിൽ നമ്മൾ 3 വർഷത്തിനുള്ളിൽ പുതിയതായിട്ട് ഒരു ഹൗസ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. ഈ പറയുന്ന സംഭവമൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എക്സംഷൻ കിട്ടത്തുള്ളൂ. അതിനാണ് ഈ പോയിന്റ്സ് എല്ലാം പറയുന്നത്. ദ ക്യാപിറ്റൽ ഗെയിൻ ഇസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ദ ന്യൂ ഹൗസ്. നമ്മൾ ഈ പറയുന്ന എക്സംഷൻ കിട്ടുന്നത് വാങ്ങിക്കുന്ന പുതിയ വീടിൻ്റെ കോസ്റ്റിൻ്റെ ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ ആയിരിക്കും നമുക്ക് ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ എക്സംഷൻ കിട്ടുന്നത്.
അപ്പോൾ ഇഫ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഇസ് നോട്ട് യൂട്ടിലൈസ്ഡ്, നമുക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ നമ്മളിത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഇറ്റ് ഷാൽ ബി ഡെപ്പോസിറ്റഡ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം വിത്ത് പബ്ലിക് സെക്ടർ ബാങ്ക്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ ക്യാപിറ്റൽ ഗെയിൻ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ CGAS എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ അകത്ത് നമ്മളിത് ഡെപ്പോസിറ്റ് ചെയ്യണം. ദ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഇസ് ടാക്സബിൾ. ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് മിച്ചം വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ടാക്സബിൾ ചെയ്യുന്നതായിരിക്കും. ദ ന്യൂ ഹൗസ് പ്രോപ്പർട്ടി ഷാൽ ബി കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് 3 years. 3 വർഷമെങ്കിലും നമ്മൾ ഈ വാങ്ങിക്കുന്ന പുതിയ പ്രോപ്പർട്ടി കൈവശം വയ്ക്കണം. വച്ചില്ലെങ്കിലുള്ള എന്താ സംഭവം എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇഫ് ദ ന്യൂ ഹൗസ് പ്രോപ്പർട്ടി ഇസ് ട്രാൻസ്ഫർ വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് അക്വിസിഷൻ, ദ ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ദെയർ ഫ്രം ടുഗദർ വിത്ത് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റഡ് ഏർലി വിൽ ബി ചാർജബിൾ ടു ടാക്സ് ഇൻ ദി ഇയർ ഓഫ് സെയിൽ ആസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത വീട് 3 വർഷത്തിനുള്ളിൽ തന്നെ വിൽക്കുകയാണ്, അല്ലെങ്കിൽ 3 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ കൈ വയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ മുമ്പേ എക്സംപ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആവുന്നതായിരിക്കും. അങ്ങനെയുള്ള ടാക്സബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കൊരു കുഞ്ഞ് കണക്ക് നോക്കാം. ഇത് സെക്ഷൻ 54 ആപ്ലിക്കബിൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. കമ്പ്യൂട്ട് ദ ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഗീവൻ. സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഓൺ September 10, 2018 is rupees 20,000. Indexed cost of acquisition of the house is rupees 15 lakhs. New house purchased on 11 January 2019 is rupees 4 lakhs. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കൊടുത്തിട്ടുണ്ട്, സെയിൽസ് എമൗണ്ട് തന്നിട്ടുണ്ട്, അതുപോലെ പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത വീട് എന്ന് പറയുന്നത് 4 lakhs ആണ്. അപ്പോൾ നെക്സ്റ്റ് ആൻസറിലോട്ട് കടക്കാം. സെയിൽ പ്രൊസീഡ്സ് ഇത് എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് ചോദിച്ചാൽ 20 ലക്ഷമാണ്. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, നമ്മൾ മറ്റേ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോമിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡയറക്റ്റായിട്ട് അവർ തന്നിട്ടുണ്ട്, അവർ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് 15 lakhs ആണ്. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ നമുക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 ആണ്. സെക്ഷൻ 54 എക്സംഷൻ കിട്ടുന്നത് കാര്യം നമ്മൾ പുതിയ വീട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് എന്ന് പറയുന്നത് 4 lakhs ആണ്. അപ്പോൾ ഈ 4 lakhs കൂടെ റെഡ്യൂസ് ചെയ്യുമ്പം നമുക്ക് 1 lakh ഉണ്ട്. ഈ പറയുന്ന 1 lakh മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ അത് ഈ 5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കണ്ടല്ലോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് അണ്ടർ സെക്ഷൻ 54. കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസിൻ്റെ പ്രൈസ് വരെ, ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസിൻ്റെ എമൗണ്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ബാക്കി ടാക്സബിൾ ആയിട്ടുള്ള ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 1 lakh ആണ്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് എക്സംഷൻ പറയുന്നത് സെക്ഷൻ 54B ആണ്. ഇതും നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളതാണ്. ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്, സെക്ഷൻ 54B. അഗ്രികൾച്ചർ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ ഇസ് നോട്ട് എ ക്യാപിറ്റൽ അസെറ്റ്. ഇവിടെ റൂറൽ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന അഗ്രികൾച്ചർ ലാൻഡ് അല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, മറിച്ച് അർബൻ ഏരിയയിലുള്ളതിനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ അർബൻ ഏരിയ ഇസ് എക്സംപ്റ്റ് സബ്ജക്ട് ടു ദ ഫോളോയിങ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ സെക്ഷൻ 54Bയിൽ നമുക്ക് എക്സെപ്ഷൻ കിട്ടത്തുള്ളൂ. സോ ഇതിൻ്റെ ഈ കണ്ടീഷൻസ് എല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. വായിക്കാൻ നമുക്ക് ക്ലിയർ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ഫസ്റ്റ് പോയിന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. ലാൻഡ് വാസ് യൂസ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് അറ്റ്ലീസ്റ്റ് ഫോർ 2 years പ്രയർ ടു ദ ഡേറ്റ് ഓഫ് സെയിൽ. സെയിൽ നടക്കുന്നതിന് 2 വർഷം മുമ്പെങ്കിലും അഗ്രികൾച്ചർ പർപ്പസ് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അങ്ങനെയുള്ള പോയിന്റ്സ് എല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സുമായിട്ട് ഏതാണ്ട് നമുക്ക് സാമ്യമുള്ളതാണ്. CGASനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാവുന്നതായിരിക്കും. ഇനി നമുക്ക് എക്സംഷൻ ആയിട്ടുള്ള സെക്ഷൻ 54B ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇലിസ്ട്രേഷൻ 20 ആണ്. അഗ്രികൾച്ചർ ലാൻഡ് ഓഫ് മിസ്റ്റർ രാജ്മോഹൻ സിറ്റുവേറ്റഡ് ഇൻ അഗ്ര പർച്ചേസ്ഡ് ഇൻ 2009 to 2010 for rupees 1,50,000 was sold for rupees 5 lakh on 1/1/2019. He purchased another plot of land on 31/1/2019 for rupees 1 lakh and deposited rupees 10,000 in CGAS. Find out the capital gain. CI in 2001 to 2010 is 148 and 2018 to 19 is 280. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ് എഴുതുക. ഇവിടെ നമ്മൾ സെയിൽ പ്രൊസീസ് സെയിൽസിൻ്റെ എമൗണ്ട് നോക്കുക. അപ്പോൾ ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh ആണ്. അപ്പോൾ ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 1,50,000 ഇൻറ്റു 280 ഡിവൈഡഡ് ബൈ 148 ആണ്. നമുക്ക് ഫോമുല അറിയാം, പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ 2,83,784 എന്ന് പറഞ്ഞ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കുറയ്ക്കുന്നതാണ് ലോങ് ടേം
ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അപ്പോൾ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 2,16,216 എന്ന് പറയുന്ന എമൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു എക്സംഷൻ കിട്ടും. എക്സംഷൻ അണ്ടർ സെക്ഷൻ 54B ആണ്. അപ്പം കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചർ ലാൻഡ് എഴുതുക 1 lakh. എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ CGAS നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 10,000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് എമൗണ്ട് നമ്മൾ ന്യൂ അഗ്രികൾച്ചർ ലാൻഡ് പർച്ചേസ് ചെയ്ത കോസ്റ്റും അതുപോലെ തന്നെ CGAS ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും രണ്ടും കൂടെ ചേർത്ത് 1,10,000 നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്ത് മിച്ചം വരുന്ന 1,06,216 എമൗണ്ട് മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ അതിനെ നമുക്ക് ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്ക് പുതിയൊരു എക്സംഷൻ നോക്കാം. ഇത് സെക്ഷൻ 54EC ആണ്. ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഇൻവെസ്റ്റഡ് ഇൻ സർട്ടൺ ബോൺസ്. നമുക്ക് കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിനെ നമ്മൾ ഏതെങ്കിലും സർട്ടൺ ബോൺസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സംഷൻ ആണ് സെക്ഷൻ 54EC എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ടുള്ളൊരു കണക്ക് നമുക്ക് നോക്കാം. ഇലസ്ട്രേഷൻ 23. Mr. B purchased land worth ₹5 lakh in July 2001. He sold them in January 2019 for ₹20 lakhs. He invested ₹1 lakh in bonds issued by REC in March 2019. Compute the taxable capital of Mr. B for the assessment year 2019 to 20. അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ തുടക്കം സെയിൽ പ്രൊസീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എപ്പോഴും ഓർക്കുക, സെയിൽസിൽ നിന്ന് കോസ്റ്റ് ലെസ് ചെയ്ത് പോകുമ്പോൾ ആണ് നമുക്ക് ലാഭം കിട്ടുന്നത്. അപ്പം ആദ്യത്തെ എൻ്റെ ഫോർമാറ്റ് സെയിൽ പ്രൊസീസിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 20 lakhs ആണ് ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ലാൻഡ് പർച്ചേസ് ചെയ്തത് 5 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ 5 ലക്ഷം ഇൻറ്റു 280 ഡിവൈഡഡ് ബൈ 100. അതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇവിടെ കണ്ടോ, ഇവിടെ CIൻ്റെ എമൗണ്ട് കൊടുത്തിട്ടില്ല. പക്ഷേ 2001 to 2002 ഉള്ളത് 100 ആണെന്ന് പഠിച്ചു വെച്ച് നമുക്കിവിടെ 280 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ ഉറപ്പായിട്ട് അറിയാം 2018 to 19 എന്ന് പറഞ്ഞ ഡിജിറ്റ് 280 ആണ് എപ്പോഴും. അപ്പോൾ ഡിവൈഡ് ബൈ 100 അത് എത്രയും ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. അപ്പോൾ ഈ CIൻ്റെ ടേബിൾ പഠിക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം മേ ബി ഈ ഒരു ഒറ്റ ഡിജിറ്റ് അറിയാത്ത പേരിൽ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഫുൾ മാർക്സ് കൊണ്ട് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ടേബിൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമ്മുടെ ലക്കിന് അവർ തരും, അല്ലെങ്കിൽ തരാതിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ 6,40,000 കിട്ടും. അതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6,40,000 രൂപീസിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഒരു എക്സംഷൻ കിട്ടുന്നുണ്ട്. കാര്യം അത് 54EC ആണ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ബോണ്ടായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 1 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ബോൺസ് ഓഫ് REC എന്ന് പറയുന്നത് 1 lakh ആണ്. ഈ 1 lakh കുറച്ചിട്ടുള്ള 5 lakh ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. 5,40,000 ആണ്. അതിനെയാണ് നമുക്ക് ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്താണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് നോക്കാം. കാര്യം ഇതൊക്കെ തിയറിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പൽസറി അക്വിസിഷൻ ബൈ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ബൈ ഗവൺമെൻറ് എന്നുള്ള സംഭവം നമ്മൾ പഠിച്ചതാണ്. അവിടെ നിന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും അസസിക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രോജക്റ്റിൻ്റെ ആവശ്യമായിട്ട് ലാൻഡ് നമ്മൾ ഗവൺമെൻറ് വന്ന് പർച്ചേസ് ചെയ്യുന്നു. അത് ആരാണെങ്കിൽ ഇപ്പോൾ ഹൈവേയുടെ സൈഡിലാണ് എൻ്റെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്, അല്ല ഹൈവേ എക്സ്പാൻഡ് ചെയ്യാൻ ഞാനത് കൊടുത്തേ പറ്റത്തുള്ളൂ. അതാണ് കമ്പൽസറി അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പൽസറി അക്വിസിഷനായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗവൺമെൻറ് എനിക്കൊരു കോമ്പൻസേഷൻ തരും. ഞാൻ ലാൻഡ് വിട്ട് കൊടുക്കുന്നതിന് എനിക്ക് ഗവൺമെൻറ് കോമ്പൻസേഷനായിട്ടൊരു എമൗണ്ട് തരും. ആ കോമ്പൻസേഷനിൽ എനിക്ക് തൃപ്തിയില്ലെങ്കിൽ ഞാൻ കോർട്ടിൽ പോകും. എനിക്കിത് പോരാ, ഇതിൽ കൂടുതൽ കോമ്പൻസേഷൻ്റെ ആവശ്യമുണ്ടെന്ന് പറയും. ആ കിട്ടുന്ന നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ടിനെയാണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെനി ടൈംസ് പേഴ്സൺസ് ഹൂസ് ക്യാപിറ്റൽ അസറ്റ്സ് ഹാവ് ബീൻ ടേക്കൺ ഓവർ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഹൂ ഗെറ്റ് കോമ്പൻസേഷൻ ഫ്രം ദ central government go to court for enhancement of compensation. If the court awards a compensation which is higher than the original compensation, the difference thereof will be chargeable to capital gain in the year in which the same is received from the central government. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ കോർട്ടിൽ പോയപ്പം കോർട്ട് പറയുകയാണ് ശരിയാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കോമ്പൻസേഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒറിജിനലായിട്ട് എനിക്ക് കിട്ടിയ കോമ്പൻസേഷനെക്കാട്ടിലും എത്രയാണ് കൂടുതലായിട്ട് തരുന്ന കോർട്ട് അതിൻ്റെ ഡിഫറൻസ് എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഏത് ഇയറിലായിരിക്കും നമ്മൾ ഏത് ടൈമിലായിരിക്കും ക്യാപിറ്റൽ ഗെയിൻ വന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്നത്? നമുക്ക് ഒറിജിനൽ കോമ്പൻസേഷൻ കിട്ടിയില്ല, ആദ്യം ഒരു സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് കോമ്പൻസേഷൻ തന്നില്ലേ, ആ ഇയറിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഫോർ ദിസ് പർപ്പസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ടേക്കൺ ആസ് നിൽ. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഒന്നുമില്ല, 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
ഒക്കെയാണ് ക്യാപിറ്റൽ ഗെയിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യേണ്ടത് എന്താണ് ക്യാപിറ്റൽ അസറ്റ്, എന്താണ് ക്യാപിറ്റൽ ഗെയിൻ, നിങ്ങളുടെ ടേംസും കാര്യങ്ങളൊക്കെ പഠിക്കുക, തിയറി പാർട്ട് നല്ല രീതിയിൽ പഠിക്കുക, അതുപോലെ കണ്ടീഷൻസ് പഠിക്കുക, എക്സംഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക, അതിൻ്റെ സെക്ഷൻസ് ബൈഹാർട്ട് ചെയ്യുക, മാക്സിമം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്സും സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. So please share this video. Thank you.